കൊച്ചിയുടെ വർണ്ണങ്ങൾ പലതാണ്. പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചിയിലെ പഴയ പാതകളുടെയും എടുപ്പുകളുടെയും വർണ്ണങ്ങൾ. ആധുനിക കാലത്ത് നഗരത്തിന് എവിടെയും ഒരുതരം ഏകതാനതയുണ്ടെങ്കിലും എല്ലാ നഗരവും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് കുതിക്കുന്നതെന്ന് തോന്നുമെങ്കിലും കൊച്ചി കുറേയധികം ചരിത്ര വൈവിധ്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ കണ്ണ് നിറയ്ക്കുന്നത്. കാലം പോകെ അന്യം നിന്നു പോകുന്ന ആ കാഴ്ചകൾക്ക് കലയുടെയും ജീവിതത്തിൻ്റെയും വേറൊരു നിറം നൽകുകയാണ് ഇവിടെ ഈ നിഷ്കാമകർമ്മിയായ ചിത്രകാരൻ. അതിൻ്റെ താഴെയുള്ളത് RBT ബീച്ചിലുള്ള വീടാണ്, വലിയൊരു ടാക്കൂർ ബംഗ്ലാവ്. അതിൻ്റെ അപ്പുറത്തുള്ളതെല്ലാം ഇവിടുത്തെ തന്നെയാണ്. ഒരുപാട് സിനിമ ഷൂട്ടിങ്സ് നടന്നുണ്ട്. വാസ്കോ ഡി ഗാമ വന്നപ്പോൾ താമസിച്ചു എന്ന് വിശ്വസിക്കുന്ന വീടാണ്. അവിടെ അല്ല, ഇവിടെയാണ് താമസിച്ചതെന്നാണ് ഇവർ പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഒരു ക്ലാഷ് ഉണ്ട്. സന്തോഷ് ഇവരായിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലാണ് വാസ്കോ ഡി ഗാമ താമസിച്ചത്. ഒരു രക്ഷയില്ല. മഹാജൻവാടിയുടെ ഫ്രണ്ടിലെ തൂണ് എപ്പോൾ താഴെ വീഴുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്നവനെ പോകുമ്പോൾ കാണിച്ചു കൊടുത്തുള്ളൂ. മഹാജൻവാടിയില്ലേ, അത് ബേസ് ചെയ്തിട്ട് സിനിമ വരെ വന്നിട്ടുണ്ട്. വിയറ്റ്നാം കോളനി. ഇതിൻ്റെ അടുത്താണ് നിങ്ങളിപ്പോൾ പോയത്. ഒരു വെള്ളൊരു ബിൽഡിംഗ് വന്നില്ലേ, അവിടെ ഇതായിരുന്നു നേരത്തെ. അവിടെയുള്ള ഭൂരിപക്ഷം കാര്യങ്ങളും ജൂതന്മാരുടെ കോൺട്രിബ്യൂഷനാണ്. ഈവൻ ഡേവിഡ് ഹാള് തന്നെ ജൂതൻ്റെയാണ്. നമ്മൾ വേഗം വേറെന്തോ സംഭവം. കൊച്ചി എന്നാൽ പഴയ കൊച്ചി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയും തറപ്പിച്ച് വരയ്ക്കുകയുമാണ് പാലസ് റോഡിലെ പള്ളിയറക്കാവിനടുത്ത് താമസിക്കുന്ന വീടും ഗാലറിയുമെല്ലാം ഒന്നായ ദിനേശ് ഷെണായി. ഫോർട്ട് കൊച്ചിയിലെ പഴയ വാസ്കോ ബംഗ്ലാവിനെ കുരിശിങ്കൽ വീടായി വേഷം കെട്ടിച്ച് കൊച്ചിക്കാരനായ അമൽ നീരത്ത് മമ്മൂട്ടിയുടെ ബിലാലിനെ കൊണ്ട് പറയിച്ച വാചകം തിരിച്ചിട്ടാലാണ് ഇവിടെ കൊച്ചിയുടെ യഥാർത്ഥ തലവാചകമാകുക. കൊച്ചിയിൽ കച്ചവടത്തിനും ജീവിതത്തിനുമായി വന്ന അനവധി കുടിയേറ്റ സമൂഹങ്ങളിൽ ഒന്നിൽ പിറന്ന ഈ ചിത്രകാരൻ സ്വന്തം സമുദായത്തിൻ്റെ വേരുകൾ മാത്രമല്ല, കൊച്ചിയുടെ ആകെയും ജനപദങ്ങൾക്കും വാസ്തുരൂപങ്ങൾക്കുമാണ് ചരിത്രത്തിൽ ഇറങ്ങി നിന്ന് പുനർജീവൻ നൽകുന്നത്. കൊച്ചി ഒരുപാട് സംസ്കാരങ്ങളുടെ കൂട്ടായ്മയുള്ള ഒരു നാടാണ്. അപ്പോൾ അവരുടെ സംസ്കാരങ്ങളനുസരിച്ചിട്ടുള്ള ജീവിത രീതിയും ഓരോ വിഭാഗത്തിനുണ്ട്. അത് അവരുടെ വാസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഞാൻ ഗൗഡസാരസ്വത സമുദായത്തിലെ ഒരംഗമാണ്. പൊതുവെ ആൾക്കാർ കൊങ്കണി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ കൊങ്കണി ഗോവയിലൊരു ഭാഷയാണ്. ഇവിടെ ആൾക്കാർക്ക് കൊങ്കണി ഒരു ജാതിയായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇതേ ഭാഷ സംസാരിക്കുന്ന വേറെ വാണിയന്മാരുണ്ട്, അല്ലെങ്കിൽ സാരസ്വത്സ് ഉണ്ട്. ഇവരൊന്നും കൊങ്കണി എന്ന് ആരും പറയുന്നില്ല. അവരെ വൈശ്യവാണിയരെന്നും അല്ലാത്തവരെ സാരസ്വത്ത് എന്നും അല്ലെങ്കിൽ കൊങ്കോൺ സോനാർന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരേ സാധനം തന്നെ പല രീതിയിൽ ചേഞ്ചസ് ഉണ്ട്. ഇവരുടെ വീടുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ സമുദായത്തിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. പക്ഷേ നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ വളരെ അടുത്ത ബോണി സാർ കുറച്ച് കാലം മുമ്പ് ഒരു ബുക്ക് ഇറക്കി. വളരെ വിശദമായിട്ട് 33 സമുദായങ്ങളെ പറ്റിയിട്ട് ആ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 33 സമുദായങ്ങൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ 33 രീതിയിലുള്ള ജീവിത രീതിയുള്ള ആൾക്കാരാണ്. ഇവരുടെ വീടുകളും 33 രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു പഠനമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് നടന്നിരുന്നത്. പക്ഷേ 33 എന്നുള്ള നമ്പർ എനിക്കറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി നോക്കുമ്പോൾ പല വീടുകളും പല പ്രത്യേകതയുണ്ട്. ചില വീട് ഇപ്പോൾ കൊങ്ങണികളുടെ ട്രഡീഷണൽ വീടുകൾക്ക് ഒരു റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൻ്റെ പോലെയുള്ള സ്വഭാവമാണ് കൊച്ചിയിലുള്ളത്. കാരണം ഒരു തെരുവിൽ പോയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അമ്പലത്തിൻ്റെ വടക്കേ തെരുവിൽ പോയി കഴിഞ്ഞാൽ ഉത്തരം എല്ലാം ഒന്നായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഒറ്റ വീടാണ്, അകത്ത് അത് ഡിവൈഡ് ചെയ്തിട്ട് കമ്പാർട്ട്മെൻറ്റ് പോലെ 5-6 വീടുകളാണ്, ജോയിൻ്റ് വീടുകളാണ്.
പുറമേയുള്ള കഥകൾ അടച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അകത്ത് കയറാൻ പറ്റില്ല. പക്ഷേ അകമേയുള്ള ആൾക്ക് ഈ അറ്റത്ത് നിന്നുള്ള വീട്ടിലുള്ള ആൾക്ക് ആ അറ്റത്ത് വരെ പോകാൻ പറ്റും. എല്ലാ വീടിൻ്റെയും നടുക്ക് 2 വീടിൻ്റെ നടുക്കുള്ള മതിലിൽ ഒരു ഡോറും അതിൽ കൂടി കടന്നു പോകാവുന്നൊരു സൗകര്യമുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇവർ ഒരു പക്ഷേ പേടിച്ചിട്ടായിരിക്കാം, പുറത്തുനിന്നൊരു അറ്റാക്ക് വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ ഇവർക്ക് തമ്മിൽ കാണാനും ഇല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റയടിക്കുന്ന ചെയ്യാനുള്ള സംഘടിക്കാനുള്ള ഒരു ടെക്നിക്കായിരിക്കും ചിലപ്പോൾ ആ കാലഘട്ടം. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരിക. കൊച്ചി എന്നും കാലഗണനകളില്ലാത്ത ഒരു ബിനാലെയാണ്. അത് ചരിത്രത്തിൻ്റെ ഒരു പൊളിമാർക്കറ്റല്ല. ചരിത്രം ഉപേക്ഷിച്ചാലും മനസ്സിൽ ഉപേക്ഷിക്കാനാവാത്ത ആ വാസ്തുമാതൃകകൾക്കാണ് ദിനേശ് ഷേണായി നിറം പകരുന്നത്. അത് കൊച്ചിയുടെ ഗൃഹാതുരതയുടെ നിറമാണ്. പണ്ട് പാലസ് റോഡിലെ ഈസഹാജി മെമ്മോറിയൽ സ്കൂളിൽ പഠിച്ച് വിദേശത്ത് പോയി വലിയ ആളായി തിരിച്ചു വന്ന് ഒരു യുവ ഡോക്ടർ പഴയ തൻ്റെ സ്കൂൾ പരതിപ്പോയി നിരാശനായി നിൽക്കുന്നത് കണ്ട ദിനേശ് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു. അത്ഭുതം, ക്യാൻവാസിൽ ആ സ്കൂൾ അങ്ങനെ തന്നെയുണ്ട്. മറ്റെല്ലാം ഇനി അയാൾക്ക് മനസ്സിൽ കാണാം. അങ്ങനെ എത്രയെത്ര മനുഷ്യരുടെ തകരാത്തോർമ്മകളുടെ മേൽക്കൂരകൾക്കാണ് ദിനേശ് വർണ്ണം പകരുന്നത്. പിന്നെ ഞാൻ ഇത്തരം ചിത്രങ്ങൾ ചെയ്യാനൊരു പ്രത്യേക കാരണം തന്നെയുണ്ട്. എനിക്ക് പണ്ട് 82 കാലഘട്ടം മുതൽ പടം വരയ്ക്കുന്ന ആളാണ്. എന്നാൽ 82 എന്ന് പറഞ്ഞാൽ 35 കൊല്ലമായി ചിത്രരചനാ രംഗത്തുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള കളർ പടങ്ങളൊക്കെയാണ് സാധാരണ പറഞ്ഞാൽ എനിക്കങ്ങനെ വലിയ ഫൈനാൻഷ്യലി സൗണ്ടൊന്നും അല്ല, ഞങ്ങളുടെ ഫാമിലി അത്ര വലിയ സൗണ്ടൊന്നും അല്ല. അപ്പോൾ സാധാരണ പെൻസിൽ ഡ്രോയിങ്സും ഡോട്ട് പെൻ സ്ക്രിബിളിങ്സും ഒക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് പണ്ട് തൊട്ടേ പഴമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊച്ചിക്കാരനാണെങ്കിലും ജനിച്ച് വളർന്ന എറണാകുളത്താണ്. അപ്പോൾ കൊച്ചി എപ്പോഴും പണ്ടാണെങ്കിലും എനിക്ക് ഇവിടെ എൻ്റെ അച്ഛൻ്റെ വീട് ഇതാണ്, ഇവിടെ ഈ സ്ഥലമാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടുത്തെ പഴയ വീടുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം ഒരു ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ അത് പൊളിക്കാൻ തുടങ്ങാൻ പോകണം. പിന്നെ പൊളിക്കാനുള്ളൊരു ശ്രമം. ഞാനിത് തുടങ്ങണത് എൻ്റെ പടം വരെ തുടങ്ങണത് അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിങ് ആയി. ഞാൻ ആ വീട് കാണാൻ വേണ്ടി മാത്രമാണ് കൊച്ചിയിൽ വരാറ്. ഒരു സ്ഥലത്ത് പോയാൽ ആൾക്കാർ ഉത്സവം കാണാൻ പോകുമ്പോൾ അമ്പലങ്ങളിലെയും ആനകളെയും കാണാൻ പോകുമ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം അവിടെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ പോയി തപ്പിപ്പറക്കി, ക്യാമറ ഒന്നും ഇല്ല സ്വന്തമായിട്ട്. അപ്പോൾ തപ്പിപ്പറക്കിയൊക്കെ നോക്കി വെറുതെ നോക്കി തിരിച്ചു വരും. ആ സമയത്ത് ക്യാമറയും ഇല്ല, ഫോണും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് 82 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഈ വീട് പൊളിക്കണുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇതേ അവിടെ ഒരു വീട് പൊളിക്കണം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, അവർ പൊളിച്ചോട്ടെ, അവരുടെ പറമ്പിലെ വീട് അവർ പൊളിക്കും, നിനക്ക് എന്താ പ്രശ്നം. എന്നിട്ട് ഞാൻ ആ പറമ്പിൽ പോയിട്ട് അവിടുത്തെ ഒരാളെടുത്ത് ചോദിച്ചു, ചേട്ടാ എന്തിനാണ് ചേട്ടാ ഇത് പൊളിക്കണേ, ഇത്ര ഭംഗിയുള്ളൊരു സാധനമല്ലേ പറഞ്ഞു. അതെ, ഇവിടെ ഒരുപാട് അവകാശികളുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരുടെ അവകാശം പൈസ ആയിട്ട് കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അവരവർ പൊളിച്ചെടുക്കട്ടെ, സ്ഥലം എടുക്കട്ടെ. അപ്പോൾ ഞാൻ വീട് പൊളിച്ച് മാറ്റും, സ്ഥലം ഈ 32 പേരായിട്ട് ഡിവൈഡ് ചെയ്യും. അത്ര എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് വേണം, നീ സ്വന്തമായിട്ട് എടുത്തോ, നമുക്ക് ക്യാമറ പോലും മേടിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചോ, തനിക്ക് കാണണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചോ. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു പ്രചോദനമായി. ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ കിട്ടുന്നല്ലേ, വരച്ച് വെക്കലല്ലേ എന്ന് വെച്ചിട്ട് ഞാനൊരു ഡ്രോയിങ് ബുക്കിൽ ഇതിൻ്റെ പെൻസിൽ ഷെയ്ഡ്സ് ചെയ്ത്. അപ്പോൾ ഞാനൊരു കാരിക്കേച്ചർ ആർട്ടിസ്റ്റൊന്നും അല്ല, അത്ര വലിയ കഴിവൊന്നുമില്ല. എന്നാലും അത് അങ്ങനെ 2 ബുക്കുകൾ. അപ്പോൾ എനിക്കൊരു ഹരായി. പിന്നെ ഇങ്ങനെയുള്ള വീടുകളൊക്കെ പോയി വരയ്ക്കാനിരിക്കുക എന്നുള്ളത് ഹരായി. വെറുതെ പുറത്ത് പോയിട്ട് ഇങ്ങനെ സ്ക്രിബിളിങ് പല ആംഗിളിൽ നിന്നൊക്കെ ചെയ്യും. കൊച്ചിയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും വരച്ചു തുടങ്ങി കേരളമാകെ പടർന്നു പന്തലിച്ചതാണ് ദിനേശ് ഷേണായിയുടെ ഈ ഇരുനിറത്തിലുള്ള വര. കൊച്ചിയിലെ ജൂത സ്മാരകങ്ങളും പോർച്ചുഗീസ് ഡച്ച് ബംഗ്ലാവുകളും മാത്രമല്ല, മലബാറിലെ പുരാതനമായ മാപ്പിളപ്പള്ളികളും പൗരാണികമായ ക്ഷേത്രങ്ങളും അതിൻ്റെ തനതു ഭംഗികളിൽ കാണണമെങ്കിലും നമ്മൾ ദിനേശിൻ്റെ ആർട്ട് ഹൗസിലെത്തണം. എന്തിനധികം പറയണം, സ്വന്തം കുടുംബവേരുകളുള്ള ഗോവയിലെ ചില പൊളിഞ്ഞ പള്ളികൾ പൊളിയാത്ത രൂപത്തിൽ കാണണമെങ്കിലും ദിനേശിൻ്റെ ചിത്രശാലയിലെത്തണം. മറ്റൊരു കാലവും മറ്റൊരു കൊച്ചിയും തന്നെയാണ് അയാളുടെ വിരലുകളിൽ നൃത്തം ചെയ്യുന്നത്. എൻ്റെ വീട് ഇവിടെ അമ്പലത്തിന് മുമ്പിൽ തന്നെയാണ്. പലരും ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വരുമ്പോൾ നമ്മുടെ വീടിന് മുമ്പിൽ കൂടി പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് വരയ്ക്കണം കാണാം. ഞാൻ റോട്ടിൽ പോയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് വരയ്ക്കും. സ്ട്രീറ്റ് ആർട്ടിസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരാളൊന്ന് ചോദിച്ചിട്ട് എൻ്റെ സ്ക്രിബിളിംഗ് ബുക്ക് വിലക്ക് തരുമോ എന്ന് ചോദിച്ചു. അയാൾ എൻ്റെ വർക്കല്ല ചോദിച്ചത്, എനിക്ക് വർക്കില്ല,
ഞാൻ ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് വേറെ, പക്ഷേ എനിക്കിഷ്ടം ഇതാണ്. ഇപ്പോൾ അതിന് ഒത്തിരി വർക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു പടവും ഞാൻ വിൽക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇവിടെ ഇപ്പോൾ തൂക്കിയിട്ടങ്ങനെ ഒരു പടവും വിൽക്കാൻ വേണ്ടി ചെയ്തേക്കണമല്ല. പക്ഷേ എനിക്കിത് ഇങ്ങനെ ചെയ്ത് കൂട്ടണം ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ എനിക്കൊണ്ട് ഒരു 200-225 പടമെങ്കിലും ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ഉണ്ട്. 460-ലധികം പടങ്ങൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. എൻ്റെ വീട്ടിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ സൈസിലുള്ള ക്യാൻവാസ് കാണാം. അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കൊന്നു കൂട്ടിയിട്ടേക്കാണ്. എന്നാൽ ഈ സൈസ് എനിക്ക് ഹാൻഡിയാണ്, ഇങ്ങോട്ട് കൊണ്ടുപോയി നടക്കാം വരയ്ക്കാൻ വേണ്ടി. ഇതൊരു ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ വരച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഓരോ ദിവസം ഒരേ പേജ് വരച്ച് ചേർക്കുക, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഒരു ബുക്കിൻ്റെ ഒരു പേജ് ചേർക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ കൂടുതലും ഇങ്ങനെ ഈ പഴയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈതൃകത്തെ നമ്മളുടെ വരയിലൂടെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ എൻ്റെ സ്ക്രിബിളിംഗ് പാഡ് അയാൾ വിലക്ക് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ വരച്ച സ്ക്രിബിളിങ്സ് ആണ്, അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ കാര്യം? 4000 രൂപയാണെന്ന് എനിക്ക് തരും, താൻ അത് ഇങ്ങനെ തരുന്നുണ്ടാവും. ഞാൻ കണ്ണ് പൂട്ടി ആ 2 ബുക്കും ആളെ ഏൽപ്പിച്ചിട്ട് 4000 രൂപ ഞാൻ മേടിച്ച്. എന്നാൽ ആ സമയത്ത് 4000 എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ്. വലിയ ജോലിക്കാർക്ക് പോലും 4000 രൂപ കിട്ടില്ല, ഇയാൾ 4000 രൂപയ്ക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആ സ്ക്രിബിളിങ് കയ്യിലുള്ള ആളില്ലേ, 24 ഷീറ്റാണ് ഒരു ബുക്കിന്, 48 ഷീറ്റ്, 48 ഡ്രോയിങ്സാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ അതുള്ളത്. ആരുടെ കയ്യിലാണുള്ളത് എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. 48 എൻ്റെ പെയിൻറ്റിങ്സാണ് അല്ലെങ്കിൽ ഡ്രോയിങ്സാണ്. ഇതിലും കാട്ടി സീരിയസ് ആയിട്ടാണ് അത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, അദ്ദേഹം ഇതെല്ലാം വളരെ നല്ലതാണ് ചെയ്തിരിക്കും. പിന്നെ എന്നാൽ പിന്നെ ഇത് പെയിൻറ്റിങ്ങിലാക്കാം എന്നുള്ള മട്ടിൽ. പിന്നെ ഓയിൽ പെയിൻറ്റിൻ്റെ പൈസയൊക്കെ അന്വേഷിച്ചാണ്. അപ്പോഴും ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ് പെയിൻറ്റിനൊക്കെ. ആ സമയത്ത് ഞാൻ ഈ വരയ്ക്കണ സമയത്ത് ഞാനിപ്പോൾ 4000 പറയുമ്പോൾ തന്നെ വ്യത്യാസം പറഞ്ഞുതരാം. ആ സമയത്ത് ഓയിൽ പെയിൻറ്റിന് 10 രൂപ 12 രൂപയാണ് ഒരു ട്യൂബിന്. ഇപ്പോൾ അതിന് 100 രൂപയാണ് വില. ഇപ്പോൾ ആ ഒരു ഓയിൽ പെയിൻറ്റിന് 60, 70, 80 ഞാൻ 4000 രൂപയ്ക്ക് എൻ്റെ സ്ക്രിബിളിംഗ് ബുക്ക് വയ്ക്കണ സമയത്ത് ഒരു ട്യൂബ് പെയിൻറ്റിന് ഈ പറഞ്ഞ 12 രൂപയാണ് വില. അത് അപ്പോൾ എനിക്ക് കൂടുതലായിരുന്നു. അപ്പോൾ ആ 4000 രൂപയുടെ വില നോക്കിയേ. 12 രൂപ ഒരു ട്യൂബ് മേടിക്കാൻ എനിക്ക് വില കൂടുതലുള്ള സമയത്താണ് 4000 രൂപ ഒരാൾ എനിക്ക് തന്നത്. പക്ഷേ 4000 രൂപ വെച്ചിട്ട് ഞാൻ പിന്നെ പെയിൻറ്റ് മേടിച്ചില്ല. ഞാൻ ആലോചിച്ചു, ഒരുപാട് പെയിൻറ്റിങ്ങിൽ കളറിൽ പോകണേക്കാട്ടും നല്ലത് ഒരു കളറാണെങ്കിൽ ഈ പൈസ ലാഭമാണ്. അങ്ങനെ ഞാൻ ഒരു കളർ ചെയ്യാനുള്ള ശ്രമത്തിലായി. അത് ഏത് കളർ ചെയ്യണം, കുറേ കളേഴ്സ് ഞാൻ മാറ്റി ചെയ്തു. ബ്ലാക്ക് ഇട്ട് ചെയ്ത് നോക്കി, ഗ്രീൻ ഇട്ട് ചെയ്ത് നോക്കി, പല കളറും ഇട്ട് ചെയ്ത് നോക്കി. അതിനിടയ്ക്ക് ഞാൻ ഒരു ജോസഫ് ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ പോയി കണ്ടു. ജോസഫ് ന്യൂട്ടൺ ആ സമയത്ത് വളരെ നല്ലൊരു പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വളരെ പ്രശസ്തനാണ് മീഡിയയിൽ. സിനിമ തിരക്കഥയൊക്കെ എഴുതുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ സിനിമയിലില്ല. ജോഷുവ ന്യൂട്ടൺ എന്നാണ് ജോസഫ് ന്യൂട്ടൻ്റെ മകൻ്റെ പേര്. അപ്പോൾ ന്യൂട്ടൺ സാറിനടുത്ത് പോയി. അപ്പോൾ ന്യൂട്ടൺ സാറാണ് എനിക്ക് ഈ കളർ പറഞ്ഞത്. ന്യൂട്ടൺ സാറാണ് ഇതിൻ്റെ പേര്. ഈ കളറിനൊരു പ്രത്യേക സ്വഭാവമാണ്, ബേൺ ടംബർ എന്നാണ് ഈ കളറിൻ്റെ. ഇത് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കളറാണ്. ഇതിൽ എവിടെയെങ്കിലും ഒരു വെള്ള തൊട്ടാൽ അപ്പം ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. പടം ഒന്നിനും കൊള്ളാത്ത പടവും. ഇതിൽ വേറൊരു കളർ മിക്സ് ആക്കാൻ പാടില്ല. ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത, ഈ ബ്രൗണിൽ ഇത് ലൈറ്റ് ആക്കാനോ ഡാർക്ക് ആക്കാനോ വേറെ ഏതെങ്കിലും കളർ മിക്സ് ചെയ്താൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഒരു കളർ വെച്ച് തന്നെ ചെയ്യണമെങ്കിൽ അതിട്ട് ചെയ്തോ. ബ്ലാക്ക് ഇട്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഗ്രീൻ ആയി പോവും, ബ്ലൂ ആയിട്ട് പോകും. പക്ഷേ ഇതിട്ട് ചെയ്താൽ മാറത്തില്ല. എന്ന് പറഞ്ഞാൽ ഇത് പഴമയുടെ കളർ തന്നെയാണ്. കൊച്ചിയിലെ ഡച്ച് പാലസ് ആയാലും ജൂതപ്പള്ളിയായാലും ചെമ്പിട്ട പള്ളിയായാലും ബാസ്റ്റിൻ ബംഗ്ലാവായാലും തിരുമല കുളമണ്ഡപമായാലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രമായാലും ലോകനർക്കാവായാലും ചേരമാൻ പള്ളിയായാലും കുറ്റിച്ചിറ പള്ളിയായാലും മമ്പുറം പള്ളിയായാലും വളവട്ടണം പള്ളിയായാലും പൈതൃക ശേഷിപ്പുകളിലെ കലയും ജീവിതവും ചരിത്രമൂല്യവുമാണ് ദിനേശിൻ്റെ വിഷയം. അവ ഏതെങ്കിലും ജാതിമത സ്വത്തായി അദ്ദേഹം കരുതുന്നില്ല. മനുഷ്യരാശിക്ക് മുഴുവൻ അവകാശപ്പെട്ട ഒരു മഹാകലാപ്രസ്ഥാനമായി കണ്ടല്ലാതെ ഷേണയ്ക്ക് വരയ്ക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. അങ്ങനെ എൻ്റെ ചിത്രകലയിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ വരച്ചിട്ട് കാര്യമില്ല, വലിയ വലിയ ബിൽഡിങ്സിലാണ് ശ്രദ്ധ. അപ്പോൾ അത് ഫോർട്ട് കൊച്ചിയിലേക്കാക്കാം. ഇവിടെ ബിൽഡിങ്സ് 2 രീതിയിലാണുള്ളത്. ഒന്ന് മട്ടാഞ്ചേരി ഏരിയയിലുള്ള ബിൽഡിങ്സ്, പിന്നെ ഒന്ന് ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ള ബിൽഡിങ്സ്. ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ള ബിൽഡിങ്സ് ഒക്കെ പണിതേക്കുന്നത് പോർച്ചുഗീസ് ആ കാലഘട്ടത്തും എല്ലാ കാലഘട്ടവും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വലിയ ബിൽഡിങ്സ് നിലനിൽക്കുന്നത്, വീടുകളായിട്ട് നിലനിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ഏരിയയിലാണ്. അപ്പോൾ പിന്നെ ഫോർട്ട് കൊച്ചി ഏരിയയിലായി പോയി വരാൻ തുടങ്ങി. ഫോർട്ട് കൊച്ചി ഏരിയ വരയ്ക്കാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയം
അവിടുത്തെ വീടിൻ്റെ ചുമരുകളാണ്. നമ്മളിപ്പോൾ 12 ഇഞ്ചാണ് ഒരു വീടിൻ്റെ ചുമര് കാണുകയാണെങ്കിൽ 48 ഇഞ്ചാണ് അവിടുത്തെ ആ വാസ്കോ ഹൗസിൻ്റെ വീടിൻ്റെ ഉൾഭിത്തിയുടെ വീതി 44 ഇഞ്ചാണ്. എന്ന് പറഞ്ഞാൽ 4 അടി. ഒരാൾക്ക് സുഖമായിട്ട് അതിൽ നമുക്ക് വേണമെങ്കിൽ അടക്കം ചെയ്യാം. അത്രയും വലിയ രീതിയിലുള്ള ഒരു വലിയ ഹ്യൂജായിട്ടുള്ള ബിൽഡിങ്സാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് നോക്കുമ്പോൾ ഉറപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോഴത്തെ പോലുള്ള സിമെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടത്, ഇപ്പോൾ ഞാൻ അവിടുത്തെ ബിൽഡിങ്സ് പറയുമ്പോൾ അതും കൂടി പ്രത്യേകിച്ച് പറയേണ്ടതാണ്. അവർ കുമ്മായം വെച്ചിട്ടാണ് ഇതിൻ്റെ പുറമേ ചെയ്തിരുന്നത്. അത് റിപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിമെൻറ്റ് ചെയ്യുമ്പോൾ ആ വീടുകൾ ആ സ്ട്രക്ചറിനൊക്കെ ഒരു കോട്ടം വരുന്നുണ്ട്. ഇതിൻ്റെ ബേസ്മെൻറ്റ് കാര്യം വെച്ചാൽ ഈ വീട് അവിടെയുള്ള സകല വീടിൻ്റെയും ബേസ്മെൻറ്റ് ഒന്നും സിമെൻ്റ് അല്ല, അത് ചോക്ക് പോലെയാണ് നിൽക്കുന്നത്. ഏറ്റവും താഴെ ഇരിക്കണത് വെട്ടുകല്ല് തന്നെയാണ്. തൊട്ടടുത്ത് നല്ല വെള്ളമുള്ള ഏരിയയാണ്. എപ്പോഴും ചോക്ക് കല്ല് വെള്ളം ഇങ്ങനെ സക്ക് ചെയ്യുന്നുള്ള പോലെ ഈ വലിയ വലിയ ബിൽഡിങ് അവിടുത്തെ ബിൽഡിങ്സ് നശിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഇവർ താഴെ നിന്ന് ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കും, വലിച്ചെടുത്ത വെള്ളം മുകളിൽ വരെ പോവും. ഒരു സീസൺ ആകുമ്പോൾ അത് മതിലേ കൂടിയിട്ട് ഇങ്ങനെ വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ ഇവർ വിചാരിക്കണത് മുകളിൽ നിന്നുള്ള ചോർച്ച വെള്ളം മതിലിൻ്റെ അകത്തൂടി വരുന്നതാണ്. ഒരിക്കലല്ല, മുകളിൽ നിന്നുള്ള വെള്ളം അല്ലാതെ വരുന്നത്. താഴെ നിന്ന് വലിച്ചെടുക്കുന്ന വെള്ളമാണ് ഇവരിങ്ങനെ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മതിൽ ബ്രീത്ത് ചെയ്യണം എന്നുള്ളതാണ് സംഭവം. ശരിക്കും അത് നമ്മളാണെങ്കിലും മനസ്സിലാക്കി അത് വെള്ളത്തിൽ പോകാനൊരു അവസരം വേണം. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ചുമരൊക്കെ ചെത്തിയിട്ട് സിമെൻ്റ് ആക്കുമ്പോൾ താഴെ നിന്ന് വലിക്കണ വെള്ളം അവൻ വലിച്ചുകൊണ്ടിരിക്കും, അവന് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ പിന്നെ വെള്ളം തിരിച്ച് അതേ കൂടി തന്നെ കിടക്കും. അങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇഷ്ടിക എല്ലാം പോയിട്ട് വെറും കളിമണ്ണായിട്ട് നിൽക്കും. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് ഞാൻ അയാളത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പരീക്ഷണാർത്ഥം ഒരു മതിൽ ചെയ്ത് ആ ഒരു മതിൽ ഒരു കൊല്ലത്തിനുള്ള വീടുണ്ട്. അപ്പോൾ അവിടുത്തെ റിപ്പയർ ചെയ്യണമെങ്കിൽ കുമ്മായം തന്നെ വെച്ച് അതാണ് ആർക്കിയോളജിയും കാര്യങ്ങളൊക്കെ ചെയ്യും. റിപ്പയർ ചെയ്യുമ്പോൾ അവർ സിമെൻറ്റ് ഉപയോഗിക്കാത്തത്. കൊച്ചിയുടെ ജൂതചരിത്രം പ്രസിദ്ധമാണ്. ആ ചരിത്രം എത്ര വേണമെങ്കിലും വരച്ചാലും പറഞ്ഞാലും ദിനേശ് ഷേണായി മുഷിയില്ല. മട്ടാഞ്ചേരി സിനഗോഗ് മാത്രം എത്ര തവണ അദ്ദേഹം വരച്ചു വെച്ചു എന്ന് പോലും നിശ്ചയമില്ല. എങ്കിലും ഓരോ വരയിലും അയാൾക്ക് പുതിയ വേറൊന്ന് വരയ്ക്കാനുണ്ടാവും. ആരും ഒറ്റനോട്ടത്തിൽ കാണാത്തത് ദിനേശിൻ്റെ ബ്രഷുകൾ കണ്ടെത്തും. മട്ടാഞ്ചേരി സിനഗോഗിലെ ഒരു വശത്ത് മാത്രമാണ് ഹീബ്രു അക്ഷരങ്ങൾ, മറുഭാഗങ്ങളിൽ ഇംഗ്ലീഷും മലയാളവുമാണ്. അത് യാദൃശ്ചികമല്ലെന്ന് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിപാദനം കൂടി കേൾക്കുമ്പോഴാണ്. ഇപ്പോഴത്തെ സർക്കാർ നിയമം 2 വീടുകൾ തമ്മിൽ മിനിമം 6 അടിയെങ്കിലും വ്യത്യാസം ഉണ്ടാവണം. 3 അടി ഈ വീട്ടുകാരനും വിടണം, 3 അടി ആ വീട്ടുകാരനും വിടണം. കാരണം നിങ്ങൾ അകന്ന് തന്നെ ജീവിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ പറഞ്ഞത്. 1600-ലും 700-ലും കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല വീട് പണിതിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കൊങ്ങണികളുടെ വീട് പോലെ മാത്രമല്ല, ഈവൻ ജ്യൂസിൻ്റെ വീട്, ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വീട്, എല്ലാവരുടെയും വീട് മുട്ടിയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ പോയാൽ ഏറ്റവും വലുതായിട്ട് നിൽക്കുന്ന ഓൾഡ് ഹാർബറും അതേപോലെ വലുതായിട്ട് നിൽക്കുന്ന ക്വാർട്ടർ ഹൗസും മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ ക്വാർട്ടർ ഹൗസിന് ഈ വീട് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഒരുപടി സ്ഥലമുണ്ട്, ഓൾഡ് ഹാർബറിനും അപ്പുറത്ത് ഒരുപടി സ്ഥലമുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ മുട്ടിച്ച് ചെയ്തതെന്നുള്ളതാണ്. ഇത് രണ്ടും പണിയുമ്പോൾ 2 പേരുടെ തന്നെയാണ്, ഒരാളുടെ അല്ല. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുപോലെ ഫോർട്ട് കൊച്ചിയിൽ ശ്രദ്ധേയമായിട്ടുള്ള വേറൊരു കാര്യം, കേരളത്തിൽ താഴെ കൂടി പബ്ലിക്കിന് യാത്ര ചെയ്യാം, മുകളിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അങ്ങനെ വേറൊരു സ്ഥലം ഫോർട്ട് കൊച്ചിയിലല്ലാതെ വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ പോയാലും നിങ്ങൾക്കത് കാണാം. ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആ മുകളിലത്തെ പാലം പൊളിച്ച് കളയാനായിട്ട് നമ്മളുടെ ഭരണ സർക്കാർ, ഞാൻ കേട്ടതാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ശ്രമിച്ചു. അത് ഞങ്ങൾ പൊളിച്ച് കളയും, താഴത്തെ വണ്ടികൾ വലിയ വണ്ടി പോകാനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ മുകളിലത്തെ ആൾ പറഞ്ഞത് എൻ്റെ അവകാശം താഴെ വരെയുണ്ട്, ഞാൻ താഴെ ഇപ്പം മതിൽ കെട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ പ്രോപ്പർട്ടിയാണ്, മുകളിൽ എൻ്റെ ആണെങ്കിൽ താഴെ എൻ്റെ തന്നെയാണ്. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ, ആ അനുവാദത്തിൻ്റെ പേരിൽ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് അവകാശം ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ ഫൈറ്റ് ചെയ്തിട്ട് അയാൾ വിജയിച്ച്. ഇപ്പോൾ അയാൾ വിചാരിച്ചാൽ പോലും അത് പൊളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബിൽഡിംഗ് ഓണർ നാളെ പറയാണ് എനിക്കിത് പൊളിക്കണമെന്ന് പറഞ്ഞാലും അത്ര അത് ജനകീയമായി മാറിയേക്കുന്ന ഒരു സ്ഥലമാണ് റോസ് സ്ട്രീറ്റിലുള്ള ഈ ഒരു ബ്രിഡ്ജ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ ക്വാർട്ടർ ഹൗസിൻ്റെ പുറകിലുള്ള ഈ ഒരു ബ്രിഡ്ജ്. കൊച്ചിയുടെ കൊളോണിയൽ പ്രതാപത്തിൻ്റെയും കുടിയേറ്റ മനുഷ്യരുടെയും പൊളിച്ചുമാറ്റപ്പെട്ട അടയാളങ്ങൾ ഓരോന്നും അങ്ങനെ വിശ്രമമില്ലാതെ വരച്ചുകൂട്ടുകയാണ് ദിനേശ് ഷേണായി. ഓരോ വരയും സ്വന്തം കുഞ്ഞിനെപ്പോലെ താലോലിക്കുന്നു. അതിൻ്റെ കച്ചവട സാധ്യതയെക്കുറിച്ച് അയാൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല.
ചിന്തിക്കുന്നത് കൊച്ചി കടൽ പോലെ പരന്നു കിടക്കുന്ന ചരിത്രത്തെക്കുറിച്ച് മാത്രമാണ്. 1720 നമ്മളുടെ ക്ലോക്ക് ടവർ വരുന്നത്. നമ്മളുടെ സിനഗോഗിൻ്റെ ക്ലോക്ക് ടവർ 1720 തന്നെ, 1720. അപ്പോൾ ഈ ക്ലോക്ക് ടവർ സിനഗോഗ് പണിയാൻ വേണ്ടിയിട്ട് രാജാവാണ് സ്ഥലം അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ ആ ജൂതന്മാരുടെ ആ കാലത്തെ ജനറസ് ആയിട്ടുള്ളൊരു പെരുമാറ്റത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂട്ടാണ് ഈ ക്ലോക്ക് ടവർ. അത് നമുക്ക് എങ്ങനെ പറയാൻ വെച്ചാൽ, നമ്മൾ ജനങ്ങൾ ആ കാലഘട്ടത്ത് ഇവർ പള്ളിയെ മാത്രമായിട്ട് കാണുന്ന കാലഘട്ടങ്ങളിൽ ആ പള്ളിക്കകത്ത് മലബാറി ജ്യൂസിനെ പോലും കടത്തിവിടാറില്ല. നമ്മളിപ്പോൾ ബ്ലാക്ക് ജ്യൂസ് എന്നൊക്കെ പറയണത് സത്യം പറഞ്ഞാൽ വംശീയമായിട്ട് നമ്മളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. ആക്ച്വലി ബ്ലാക്ക് എന്ന് യൂസ് ചെയ്യരുത്. ഇന്ത്യൻ എന്നുള്ള സംഭവത്തിന് അവർ ബ്ലാക്ക് എന്നാണ്, ഇന്ത്യൻസിനൊക്കെ ബ്ലാക്ക് എന്ന് കാണുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത്. ആക്ച്വലി മലബാറി ജ്യൂസ് എന്നുള്ളതാണ് അവരെ പറയേണ്ടത്. അവർ മാത്രം മനസ്സിലാക്കുന്ന ഹിബ്രു ലാംഗ്വേജാണ് പള്ളിയുടെ ഉള്ളിൽ നിന്നും സമയം കണ്ടാൽ മനസ്സിലാവുന്നത്. സമയം നോക്കാൻ വേണ്ടി പള്ളിയുടെ ഉള്ളിൽ നിന്നും നോക്കിയാൽ ആ ക്ലോക്ക് ടവറിൽ കാണുന്നത് ഈ പറഞ്ഞ ഹിബ്രു ലാംഗ്വേജാണ്. വെറുതെ വഴി കൂടി പോകണം, പള്ളിയുടെ പുറത്ത് വരെ വന്ന് പോണവൻ റോമൻ ലെറ്ററാണ്. എല്ലാവർക്കും മനസ്സിലാവണതാണ് റോമൻ 1, 2, XY എന്നൊക്കെ പറഞ്ഞ സാധനം. ഈ സ്ഥലം രാജാവാണ് ഇവർക്ക് അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ രാജാവ് അനുവദിച്ചു കൊടുത്തുകൊണ്ട് രാജാവിനോടുള്ള ഒരു കടപ്പാടും ഇല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടോ ഒരു നന്ദിയുടെ ഭാഗമായിട്ടോ എന്ത് വെള്ളമായിക്കോട്ടെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് അവർ രാജകൊട്ടാരത്തിന് നോക്കി നിൽക്കുന്ന സ്ഥലത്ത് പച്ച മലയാള ലിപിയിലുള്ള 1, 2, 3 വെച്ചിട്ടാണ് അവർ ക്ലോക്ക് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 1720 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ച ഇത്രയും പഴയ കാലഘട്ടങ്ങളിൽ പോലും ഇത്രയും ജനറസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ജനത കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെയും അപ്പോഴത്തെയും ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഭാഷയിൽ മാത്രം, ഹിബ്രു ഭാഷയിൽ മാത്രം ക്ലോക്ക് ടവർ വയ്ക്കാം, ഒരാളും ചോദിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ളവന് വാച്ച് പോലും ഇല്ലാത്ത സമയമാണ്. ആ സമയത്ത് ഇവൻ ബാക്കിയുള്ളവന് വേണ്ടിയിട്ടും ഇവൻ്റെ കുറച്ച് നഷ്ടപ്പെടാത്ത കുറച്ച് സാധനങ്ങൾ അവന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്ന അത്രയും നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മൾ ഡച്ചുകാരെ വെച്ച് നോക്കി ഡച്ചുകാരാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി ഇവിടെ കൊച്ചിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് പോർച്ചുഗീസുകാരൻ്റെ കാലഘട്ടത്താണ്. അപ്പോൾ വന്ന എല്ലാ വിദേശികളും കൊച്ചിക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ട്, തിരിച്ച് കൊച്ചി അവർക്കും നൽകിയിട്ടുണ്ട്. കൊച്ചിയുടെ പഴമയുടെ നിറം മാത്രമല്ല ഈ സെപ്പിയ. ദിനേശ് ഷെണായിയുടെ ജീവിതത്തിൻ്റെ നിറമാണത്. കാലത്തിന് കാഴ്ചവയ്ക്കുന്ന വേറൊരു കലാചരിത്രത്തിൻ്റെയും നിറമാണത്. ദിനേശ് എണ്ണച്ചായത്തിൽ വരച്ച ചിത്രങ്ങളിലെ കെട്ടിടങ്ങൾ പലതും ഇന്ന് നിലവിലില്ലെങ്കിലും ദിനേശിൻ്റെ ചിത്രങ്ങൾ നിലവിലുണ്ട്. അതിൻ്റെ 2 നിറങ്ങളിൽ കൊച്ചിയുടെ ആകെയും നിറങ്ങൾ പീലി വിരിച്ചാടുന്നുണ്ട്.